എത്രയുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് അള്ളാഹു തആല നമ്മളെ ഈ വഴിയിലേക്ക് തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പരിശുദ്ധ കലാം അള്ളാഹുവിന്റെ സംസാരം അത് മനസ്സിലാക്കാനും അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സെലക്ഷനാണ്. നമുക്ക് നമ്മളെ ഈ ഒരു യാത്രയിൽ അള്ളാഹു തആല നമ്മളെ കൂടെ കൂട്ടിയല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ എപ്പോഴും ഡിസ്മിസ് ആയി പോകാതെ നമ്മൾ ഈ ഒരു സെലക്ഷൻ കിട്ടിയതിൽ നിന്ന് നമ്മൾ പുറത്തായി പോകാണ്ട് ഓരോ റൗണ്ടും നമ്മൾ എന്താക്കണം, പിന്നിടണം അല്ലെ. സുബ്ഹാനല്ലാഹ്. മുന്നിടണം എന്ന് പറയാം. അങ്ങനെയല്ലേ ചില മത്സരങ്ങളിൽ ഫൈനൽ റൗണ്ട് വരെ എത്തണമെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് റൗണ്ട് മത്സരങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഏതിലെങ്കിലും നമ്മൾ മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, പുറത്താവും. അങ്ങനെ പുറത്താകുന്ന ഒരവസ്ഥ നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ ദീനിന്റെ ഈ ഒരു യാത്രയിൽ ഈ ഒരു മത്സരത്തിൽ ലക്ഷ്യം കണ്ടിട്ടേ നമ്മൾ എന്തുള്ളൂ, മുന്നോട്ട് വെച്ച കാലെന്തില്ല, പിന്നോട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തീരുമാനിക്കണം നമ്മൾ ഓരോരുത്തരും. എന്ത് പഠനമായാലും അള്ളാഹു നമുക്ക് എളുപ്പം തരും. എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹവും നമ്മളുടെ ഒരു പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിലൊക്കെ നമുക്ക് അള്ളാഹു തആല എളുപ്പം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അള്ളാഹുവില് വിശ്വാസത്തോടു കൂടി റബ്ബിൽ എന്താക്കിയാൽ മതി, ഭരമേൽപ്പിച്ചാൽ മതി അല്ലെ. നമ്മളെ തവക്കുല് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്ന് പറയുന്നു. നമ്മളെ തവക്കുല് ദുർബലമാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കുറയും. അപ്പോ നമ്മൾ എന്താക്ക, നമ്മളെ റബ്ബില് പൂർണ്ണമായും നമ്മൾ തവക്കുൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അല്ലാഹു തആല നല്ല ഈമാനിന്റെ കരുത്ത് നൽകി, ഹിദായത്തിൽ ദൃഢത നൽകി, നല്ല മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മള് സൂറത്തുൽ ഖലമാണ് എടുക്കുന്നത് അല്ലെ. ഖലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേനയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം മതം എന്നുള്ളത് തന്നെ നമ്മളെ ഇൽമിന്റെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് അല്ലെ. പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അവതരിച്ച അധ്യായം സൂറത്തുൽ അലഖ്, അതിലെ ആദ്യത്തെ വചനങ്ങളാണ്, 5 വചനങ്ങൾ. അതിൽ ആദ്യമായിട്ട് അല്ലാഹു തആല പറയുന്നത് തന്നെ ഇഖ്റ എന്നാണ് അല്ലെ. ഇഖ്റ, നീ വായിക്ക്. ഇപ്പൊ വായിക്കുന്നതിന്റെയും പഠിക്കുന്നതിന്റെയും പ്രാധാന്യം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക അല്ലെ. പരിശുദ്ധ ഖുർആനിലെ അള്ളാഹു തആലന്റെ പേരിലുള്ള ഒരു അധ്യായമാണ് അർ റഹ്മാൻ അല്ലെ. അർ റഹ്മാൻ എന്ന് പറഞ്ഞാല് പരമകാരുണികൻ. അർ റഹ്മാൻ, അധ്യായത്തിന്റെ പേര് തന്നെ അള്ളാഹു അല്ലെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം. ആ അർ റഹ്മാൻ എന്ന അധ്യായം അള്ളാഹു തആല തുടങ്ങുമ്പോ അർ റഹ്മാൻ, എന്നിട്ട് പിന്നെ അടുത്ത ആയത്ത് എന്താ, അല്ലമൽ ഖുർആൻ അല്ലെ, ഖലഖൽ ഇൻസാൻ. അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഖലഖൽ ഇൻസാൻ അല്ല പറഞ്ഞത് അല്ലെ. അർ റഹ്മാൻ പരമകാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം. ആ കാരുണ്യത്തിൽ പെട്ടതാണ് എന്ത്, അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാ എന്ത് പറഞ്ഞത്, ഖലഖൽ ഇൻസാൻ പറഞ്ഞത് അല്ലെ, മനുഷ്യനെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠനത്തിന്റെയും പഠിപ്പിക്കുന്നതിന്റെയും എല്ലാം പ്രാധാന്യം. നമ്മൾ ഒരുപാട് കേൾക്കുന്നവരാണ്, കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. മാഷാ അല്ലാ. നമുക്കിപ്പോ നിരന്തരം ക്ലാസ്സുകളാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല ഈ മിഷ്കാത്ത് ഗ്രൂപ്പിൽ എത്ര ക്ലാസ്സുകളാണ് നടക്കുന്നതെന്ന്. ചില സമയത്ത് നമ്മൾ ലിങ്കിൽ ഞാൻ എന്തെങ്കിലും പേഴ്സണൽ ചെറിയൊരു
ഓതിക്കൊടുക്കൽ അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മിഷ്കാത്തിന്റെ ലിങ്ക് എടുത്ത് ജോയിൻ ചെയ്യുമ്പോണ്ടാവും അതിൽ വേറെ ക്ലാസ് നടക്കുന്നത്. സുബ്ഹാനല്ലാ. ഏത് സമയം നോക്കുമ്പോഴും ക്ലാസ് തന്നെ. സുബ്ഹാനല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാന്റെ ഒരു കുദ്റത്ത് തന്നെ അല്ലേ. അതിനെല്ലാം സമയം ആ ഓരോ സമയത്തിലും ആൾക്കാര് തയ്യാറായി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. ഏറ്റവും അപ്പോ ഒരുപാട് ക്ലാസ് നടക്കുന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ ഭയങ്കര ഉന്നതമായ ദർജയിലൊന്നും എത്തിയിട്ടില്ല അല്ലെ. കുറെ ക്ലാസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ കുറച്ചാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള ആ ഒരു പരിശ്രമം നമ്മളെ ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഒരുപാട് കേൾക്കണം എന്ന് ഞാൻ പറയൂല, ഒരുപാട് കേൾക്കണ്ട എന്നും ഞാൻ പറയൂല. പക്ഷെ നമ്മള് എന്ത് കേൾക്കുന്നെങ്കിലും ആ കേൾക്കുന്നതിൽ നിന്നും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പൊ നമ്മള് സൂറത്തുൽ മുൽക്ക് വളരെ നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരാണ്. അൽഹംദുലില്ലാ. ഇപ്പൊ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതുമ്പോ അർത്ഥസഹിതം ഓർത്ത് തന്നെ പാരായണം ചെയ്യാറുണ്ടോ ശ്രദ്ധിക്കുക. പറ്റുന്നവരൊക്കെ ഖുറാന്റെ അർത്ഥം ഉള്ള തഫ്സീർ മുന്നിൽ വെച്ചിട്ട് തന്നെ ഖുറാൻ ഓതാൻ ശ്രമിക്കാം. അപ്പോൾ ഓതുന്ന ആയത്തുകളിലൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്കിന്ന് ഖലമിലേക്ക് കടക്കാം. സൂറത്തുൽ ഖലം നമ്മൾ പറഞ്ഞു പേന അല്ലെ. ഔദുബില്ലാഹി 5-6 ആയത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആദ്യത്തെ മുതൽ ഒന്ന് പാരായണം ചെയ്തിട്ട് തന്നെ നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون. وإن لك لأجرا غير ممنون. وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. فلا تطع المكذبين. ودوا لو تدهن فيدهنون. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين. بسم الله الرحمن الرحيم. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. എന്നാലും ഒന്ന് ഓടിച്ചു വിടാം. പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. സത്യം ചെയ്ത് അല്ലാഹു തആല പറയുന്നത് അല്ലെ. പേന നമുക്കറിയാം ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് അല്ലെ. ഈ നൂൻ എന്നുള്ളത് കേവലാക്ഷരം. അതിന്റെ വ്യാഖ്യാനം എന്താണ് നമുക്ക് അല്ലാഹു അലം അറിയില്ല അല്ലെ. ഒരുപാട് 29 കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഈ സൂറത്തിന് നൂൻ വൽ ഖലം എന്നുള്ള പേരുണ്ട് അല്ലെ. അപ്പൊ അവ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയാണ്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നീ ഒരിക്കലും നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഒരു ഭ്രാന്തനല്ല. സുബ്ഹാനല്ലാഹ്. അല്ലെ, മക്കയില് അവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവതരിച്ചതാണെന്ത് ഈ അധ്യായം. ആദ്യ സമയത്ത്, അതായത് സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള ആ വചനങ്ങൾ അവതരിച്ച്
കഴിഞ്ഞ് പിന്നെ സൂറത്തുൽ മുദ്ദസിറും സൂറത്തുൽ മുസമ്മിലും കഴിഞ്ഞിട്ട് അവതരിച്ചതാണ് ഈ അധ്യായം എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. എന്നാലും നമുക്കറിയാം വളരെ അല്ലെ ആദ്യ സമയത്ത് അവതരിച്ച അധ്യായങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു മക്കയില് മുശ്രിക്കീങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു സത്യം പ്രബോധനം കൊണ്ടുവന്നപ്പോ അവരെല്ലാരും കൂടി റസൂലിനെ എന്താക്കി, ഭ്രാന്തനാക്കിയില്ലേ. പക്ഷെ അള്ളാഹു താല പറയണെന്ത്, നീ ഒരിക്കലും എന്തല്ല അള്ളാന്റെ അനുഗ്രഹത്താൽ ഒരു ഭ്രാന്തനീയല്ല. നിനക്കാണെങ്കിലോ മുറിഞ്ഞു പോകാത്ത, അല്ലെ, നിലക്കാത്ത, മുറിക്കപ്പെടാത്ത ഉദാരമായ പ്രതിഫലം അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. താങ്കളാണെങ്കിലോ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ, ഒരു മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയും കൂടിയാണ്, അല്ലെ. ഫസതുബ്സിറു വയുബ്സിറൂൻ. അവർ വഴിയെ, അല്ലെ, നീ കണ്ടറിയും അവരും കണ്ടറിയും. അതായത് നിനക്ക് മനസ്സിലാകും ആരാണ് ശരിയായ റൂട്ടില് സഞ്ചരിക്കുന്നവർ എന്ന് നിനക്കും മനസ്സിലാകും, അവർക്കും വഴിയെ മനസ്സിലായിക്കോളും. നീ വിഷമിക്കണ്ട, പേടിക്കണ്ട, അല്ലെ, സമാധാനിക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയും, സത്യത്തില് അള്ളാഹു തആല നബി അയ്യിക്കുമുൽ മഫ്തൂൻ, അല്ലെ, നിങ്ങളിൽ ആരാണ് കുഴപ്പം പിടിപെട്ടവൻ, ഭ്രാന്തുള്ളവൻ എന്ന് വഴിയെ കണ്ടറിയും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് പിന്നെ ഇവിടെ ഈ ആയത്തുകളിൽ നിന്നൊക്കെ എന്താണ് അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയായിരുന്നു, അല്ലെ. താങ്കൾ ഒന്നുകൊണ്ട് പ്രയാസപ്പെടണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചിരുന്നു അത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിക്കുന്ന നുബുവത്തിന് തൊട്ടു മുമ്പ് വരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു, അല്ലെ. അൽ അമീൻ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചരിത്രം കൂടി പറയുന്നുണ്ട്. അതായത് സെയ്ദ് റളിയല്ലാഹുവിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഒരു മൗലയാണ്, അടിമ. സെയ്ദ് റളിയല്ലാഹു അള്ളാഹുവിന്റെ റസൂല് അന്നേരം പ്രവാചകനാകുന്നതിന് മുമ്പേ ഖദീജ ബീവി നൽകിയ ഒരു സമ്മാനം, ഒരു അടിമ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്നു അദ്ദേഹം വളർന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹക്ക് എവിടുന്നോ കിട്ടിയതാ. അപ്പം പിന്നെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ അദ്ദേഹത്തെ അന്വേഷിച്ച് അങ്ങനെ അവർ ഈ മക്കയിൽ ഇങ്ങനെ ഒരു സെയ്ദ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് അറിഞ്ഞപ്പോ പിന്നെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, ഈ സെയ്ദിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവര് വരുന്നുണ്ട് മക്കയിലേക്ക്. ആ മക്കയിലേക്ക് വന്ന സമയത്ത് അവരറിയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് ഈ ആളുള്ളത്. അങ്ങനെ അവര് ഖുറൈശികളടുത്ത് പോയി അവരുടെ വലിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് കാര്യങ്ങൾ സംസാരിച്ച്, അപ്പം ഇങ്ങനെ ഒരാളെടുത്താണ് സെയ്ദ് എന്ന് പറയുന്ന ആള് താമസിക്കുന്നതെന്ന് അറിഞ്ഞു. അങ്ങനെ അവര് ആ സെയ്ദിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആവശ്യപ്പെട്ടു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിരുന്നില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞെന്നറിയോ, അവരോട് എന്താ പറഞ്ഞറിയോ, സെയ്ദ് പിന്നെ തീരുമാനിക്കട്ടെ, ഇവിടെ നിൽക്കണോ, എന്റെ കൂടെ നിൽക്കണോ അല്ല നിങ്ങളുടെ കൂടെ വരണോ എന്ന് അവൻ തീരുമാനിച്ചോട്ടെ. അവൻ നിങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ ഞാന് പൂർണ്ണമായിട്ടും അതായത് ഒരു മോചനദ്രവ്യം ഇല്ലാതെ തന്നെ വിട്ടയക്കുന്നതാണെന്ന് പറയും. അപ്പൊ ആ കുടുംബക്കാരെ അദ്ദേഹത്തെ വിളിക്കുമ്പോ നമ്മളെ കൂടെ പോകാലോ, ഉമ്മയും ഉപ്പയും ആൾക്കാർ, ഉപ്പയില്ലാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ട്, അവിടത്തേക്ക് നമുക്ക് പോവാന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിളിക്കും. പക്ഷെ അദ്ദേഹം പോകാൻ തയ്യാറാകൂല. അദ്ദേഹം പറയും ഞാനിവിടെ മുഹമ്മദിന് കൂടെ നിന്നോളാം. സുബ്ഹാനല്ലാഹ്. അപ്പോ എല്ലാരും ചോദിക്കും നിനക്കെന്താ ഭ്രാന്താണോ, ഈ അടിമത്താണോ നീ ആഗ്രഹിക്കുന്നത്? അപ്പോ അദ്ദേഹം പിന്നെ അന്നേരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടില്ല, അല്ലെ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തുടരാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് കുടുംബക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തില്ലേ. അദ്ദേഹം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവ മഹിമയെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച് കാരണം ഇത്രയും നല്ല സ്വഭാവമുള്ള ഗുണങ്ങളുള്ള ഒരാളുടെ അടുത്തുനിന്ന് ആർക്കാ പോകാൻ ഇഷ്ടമുണ്ടാകാനല്ലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അദ്ദേഹം പോകാൻ തയ്യാറാകാതിരുന്നത്.
അപ്പം പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ പറ്റി അത്രയും അല്ലെ പ്രസിദ്ധമായിരുന്നു. ശരിക്കും ഈ ഒരു സംഭവത്തിന് ശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്. ഒരാൾ അടിമത്ത മോചനം ലഭിക്കാൻ തയ്യാറായിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ട് ആൾക്കാരും കുടുംബക്കാരും വന്ന സമയത്ത് പോലും അതിന് തയ്യാറാകാതെ ഇവിടെ കൂടെ തന്നെ നിൽക്കാൻ തയ്യാറായി. സുബ്ഹാനല്ലാഹ്. ആ സഹാബിയുടെ പേരാണ് പിന്നീട് പരിശുദ്ധ ഖുർആനിൽ എപ്പോഴും എല്ലാരും ഓർമ്മിക്കാൻ, എല്ലാരും അറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകെ ഒരേ ഒരാളുടെ പേരിലെ സഹാബാക്കളെ ഒരേ ഒരാളുടെ പേര് മാത്രമാണ് ഖുർആനിൽ പരാമർശിച്ചത്. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ എന്താ പറയാ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവ ഗുണത്തെ പറ്റി അത്രയും അല്ലെ അത്രമാത്രം പിന്നെ എന്താണ് എല്ലാവരും അറിയപ്പെട്ടതാണ്. ഇതേപോലെ നമുക്കറിയാം അല്ലെ, കഅബ പുനർനിർമ്മാണ സമയത്ത് പിന്നെ എന്താ പറയാ, ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുന്ന വിഷയത്തില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അന്നേരം പ്രവാചകനായിട്ടില്ല, അപ്പോഴാണ് കടന്നു വരുന്നത്, അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അല്ലെ. അപ്പോ പിന്നെ മുഹമ്മദ് ആയപ്പോ എല്ലാവർക്കും സുസമ്മതനാണ് അല്ലെ. പിന്നെ അതുകൊണ്ട് അതെടുത്ത് ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തന്റെ തട്ടം വിരിച്ചിലെ എല്ലാ ഗോത്രത്തോടും അതിന്റെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് അതിന്റെ യഥാസ്ഥാനത്ത് എടുത്തു വെക്കുന്നത്. ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണല്ലോ അല്ലെ, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താ പറയാ, അത്രമാത്രം അല്ലെ അള്ളാഹുവിന്റെ റസൂൽ സുസമ്മതനായിരുന്നു അന്ന് അവർക്ക് എല്ലാവർക്കും ഇടയില്. പിന്നെ വളരെ പേര് കേട്ട പിന്നെ അൽ അമീനായ, വിശ്വസ്തനായ, എല്ലാരും ഇഷ്ടപ്പെടുന്ന വളരെ സൽസ്വഭാവമുള്ള സത്യസന്ധനായ ഒരാളായിരുന്നു ആര്, മുഹമ്മദ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെ സ്നേഹിച്ച ആളെയാണ് എന്താക്കുന്നത്, ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ദൈവിക വചനങ്ങള് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴേക്കും എന്തായി മാറി, മജ്നൂനായില്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, നിശ്ചയമായി നിന്റെ റബ്ബ്, ഇന്ന റബ്ബക ഹുവ അഅലം, അവനറിയും അല്ലെ, ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിമൻ ളല്ല, ആരാണ് പിഴച്ചത് എന്നുള്ളത്, വഴി പിഴച്ചവർ, തെറ്റിപ്പോയവർ ആരാണ് എന്ന്, അൻ സബീലിഹി, തന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവർ ആരാണ് എന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും അവന് നന്നായിട്ട് അറിയാം. അള്ളാഹ്ക്ക് എല്ലാം അറിയാലോ. അള്ളാഹുവിന്റെ അറിവിൽ പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇനി വിഷമിക്കണ്ട, ബേജാറാകണ്ട അല്ലെ. ഫസതുബ്സിറു വയുബ്സിറൂൻ, വഴിയെ അറിയും, കണ്ടറിയാൻ കഴിയും. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ആർക്കാണ് ഭ്രാന്ത് പിടിച്ചത് അല്ലെ, ആർക്കാണ് പിന്നെ പ്രശ്നം, കുഴപ്പം എന്നുള്ളതൊക്കെ വഴിയെ നിനക്കും അവർക്കും എല്ലാവർക്കും മനസ്സിലാകും എന്ന് അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്ക് അറിയാത്ത ഒന്നുമില്ല അല്ലെ. ഹുവ അഅലമു എന്നാണ്, ഏറ്റവും നന്നായി അറിയും. ബിമൻ ളല്ല അൻ സബീൽ, അള്ളാന്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരാരാണ് എന്നും, വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം പ്രാപിച്ചവർ ആരാണ് എന്നും അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവര് പറയുന്നതൊന്നും കേട്ട് എന്താക്കണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. പിന്നെന്താ പറയുന്ന അറിയോ, ഫലാ തുതിഉൽ മുകദ്ദിബീൻ, ഫലാ തുതി, നീ അനുസരിച്ചു പോകരുത്, നീ അനുസരിക്കരുത്, അൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവരെ, കളവാക്കുന്ന ആളുകളെ, അവരെ നീ എന്താക്കണ്ട, നീ അനുസരിക്കാൻ പോകണ്ട അല്ലെ, പോകണ്ട. ഫലാ തുതിഉൽ മുകദ്ദിബീൻ, സത്യനിഷേധികളെ നീ അനുസരിക്കരുത്. അവര് പലതും പറഞ്ഞു വരും അല്ലെ. അവര് പറഞ്ഞു വരുന്നത് എന്താന്നറിയോ, അവര് അന്നേരം വന്നിട്ട് പറഞ്ഞത്, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു, അവരാഗ്രഹിക്കും
എന്താണ് നീ ലൗ തുദിഹിനു നീ മയപ്പെടുത്തുകയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് അല്ലെ നയം ആ ഒരു മിനുക്ക് നയം സ്വീകരിക്കുകയാണെങ്കിൽ ഫയുദിഹിനു അവർ മയപ്പെടുത്തുന്നതാണ്. അതായത് അവർ വല്ലാതെ ഉപദ്രവിക്കുകയാണ് അല്ലെ, പ്രയാസപ്പെടുത്തിയെന്നുള്ള റസൂലിനെ പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ആക്ഷേപങ്ങൾ കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അവര് പറയുന്നൊന്നും നീ കേൾക്കാൻ പോകണ്ട കേട്ടോ. അള്ളാഹു താല പറയും, അവര് പലതും പറയൂലേ, അവര് പറയുന്നത് മുഹമ്മദേ പിന്നെ നീ എന്താക്ക്, പിന്നെ നമ്മള് ഇതിനെ കുറ്റം പറയുന്നത് നിർത്ത്, അപ്പൊ നമ്മൾ നിന്നെ ഉപദ്രവിക്കുന്നത് നിർത്താം. ഒരു പാലം ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അല്ലേ, അതുകൊണ്ട് നീ നീ നിർത്തിയാല് നമ്മൾ നിർത്താം, നീ പിന്നെ ആക്കിയാല് നമ്മൾ ഇതാക്കാം അല്ലെ. അപ്പോഴാണ് ഇത് എന്തോ ലക്കും ദീനുക്കും വലിയ ദീൻ അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കണ്ടീഷൻ എന്തിലില്ല, ഇസ്ലാമിലില്ല അല്ലെ. ആ ആ, അതാ അവര പിന്നെ ഒരു പ്രശ്നത്തിന് ഇടാക്കണ്ട അല്ലെ, രണ്ടാൾക്കും കോൺട്രാക്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പം നീ എന്താക്കണം, നമ്മളെ ഇതിനൊന്നും കുറ്റം പറയാണ്ടിക്ക, നമ്മൾ എന്താക്കും എന്നാ നിന്റെ ഇതിനെ നമ്മളൊന്നും തിരിച്ചു ഒന്നും എതിർക്കൂല, നമുക്ക് നല്ല രീതിയിൽ പോകാം അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്താ നല്ലൊരു ആശയല്ലേ അല്ലെ. പക്ഷെ അള്ളാഹു തആല പറയുന്നത് എന്താ, ഫലാ തുതിഉൽ മുകദ്ദിബീൻ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു വലാ തുതി, വീണ്ടും പറയാണ് അള്ളാഹു തആല, വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ, അധികമായി സത്യം ചെയ്യുന്ന ഒരാളെയും നീ അനുസരിക്കാൻ പാടില്ല. മഹീൻ, നിന്ദ്യനായ, നിസ്സാരനായ, ഇനി കൂടുതലായിട്ട് സത്യം ചെയ്യുന്ന ആളുകളില്ലേ, അങ്ങനത്തെ ആൾക്കാരെ അനുസരിക്കാൻ പോണ്ടെന്ന് പറയാം. ഉം അതായത് പിന്നെ ഫലാ തുതി ഫലാ തുതിഇൽ മുകദ്ദിബീൻ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാ. അത് ഇങ്ങനെയുള്ള ആളുകളുടെ ഇതൊക്കെയാണ് പറയുന്നത്, ദുർഗുണങ്ങൾ, അവരുടെ ദുർഗുണങ്ങൾ എന്തെല്ലാമാണ് ദുർഗുണങ്ങൾ പറയുന്നത്. പിന്നെ അധികരിച്ച് സത്യം ചെയ്യുന്ന ആളുകൾ, അധികരിച്ച് സത്യം ചെയ്യുന്ന ആളുകളെ നീ എന്താക്കണ്ട, അവരനുസരിക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ, ചില ആൾക്കാർ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സത്യം ചെയ്യും. സത്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ എന്തിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവാണ് സത്യം മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. അല്ലാതെ അള്ളാഹുവിന്റെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചിട്ടോ, അല്ല എന്റെ മക്കളാണ് സത്യം, എന്റെ ഉപ്പയാണ് സത്യം, എന്റെ ഖുർആനാണ് സത്യം, എന്റെ മക്കൾ കഅബയാണ് സത്യം അല്ലെ, എന്റെ വീടാണ് സത്യം, ഇങ്ങനൊക്കെ പറയില്ലേ ചില ആൾക്കാര്, പലതും പറയുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, പാടില്ലാത്തതാണ് അല്ലെ. ഒരു മിനിറ്റ്, ബാങ്ക് കൊടുക്കുന്നുണ്ടേ, ജവാബ് ചെയ്തിട്ട്. സാധാരണ ഫാൻ ഇട്ടിട്ട് റൂമിൽ അടച്ചിട്ട് ഇരുന്നാല് ബാങ്ക് കേൾക്കാറില്ല. ഇന്ന് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ബാങ്ക് കേൾക്കുന്നുണ്ടായി. സുബ്ഹാനല്ലാഹ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ആഹ് പിന്നെ ചില സമയം കേൾക്കാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, വലാതുത്യ കുല്ല ഹല്ലാഫിൻ മഹീൻ, ലന്യരായ, നിസ്സാരനായ, അധികമായി സത്യം ചെയ്യുന്ന ഒരാളെ നീ എന്താക്കാൻ പാടില്ല, അനുസരിച്ച് പോകാൻ പാടില്ല. ഹമ്മാസിം മശാഇം ബിനമീം, ഹമ്മാസ് ലെ, കുത്തുവാക്ക് പറയുന്ന, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഹുമസ കേട്ടില്ല നമ്മള്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസ, ഹുമസ, അതിൽ നിന്നാണ് എന്താണ് ഹമ്മാസ്, ഹമ്മാസ്. നല്ല രസമുണ്ട് കേൾക്കാൻ, പേരൊന്നും ഇട്ടേക്കല്ല കുട്ടികൾക്ക് പോയിട്ടാ. ഹമ്മാസ് ഹമ്മാസിന്റെ അർത്ഥം എന്താ,
കുത്തുവാക്ക് പറയുന്ന ആളെ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ. നല്ല ഖുറാനിൽ വന്ന പേരാണ്. ഹമ്മാസ് എന്നും മഷാ എന്നൊന്നും ഇട്ടേക്കല്ലേ പോയിട്ട്. അല്ലാഹു അക്ബർ. ഹമ്മാസിൻ മഷാ ബിനമീം. മഷാ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളെന്നാണ്. അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മഷാ ബിനമീം എന്ന് പറഞ്ഞാല് ഏഷണിയും കൊണ്ട് നടക്കുന്ന ആളുകൾ, ഏഷണിയും കൊണ്ട് നടക്കുന്ന കുത്തുവാക്ക് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താക്കാൻ പാടില്ല, അനുസരിക്കേണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമീം അല്ലെ, നമീംന്ന് ആർക്കെങ്കിലും പേരുണ്ടോ? നമീം, നമീമ. ശരിക്കും ശ്രദ്ധിക്കണം. ഏഷണി പരദൂഷണം കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് നമീം എന്ന് പറയാം. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. പിന്നെ മന്നാ, തടസ്സമുണ്ടാക്കുന്ന ആളുകൾ, തടസ്സമുണ്ടാക്കുന്ന മുടക്കുന്ന ആളുകൾ. എന്തിനെ മുടക്കുന്ന ആള്? ലിൽ ഖൈർ, നന്മയെ, നല്ല കാര്യത്തിന്. മുഅ്തദിൻ, അതിക്രമിയായി, അതിരുകവിഞ്ഞ നിലയിൽ. അസീം, മഹാഭാവിയായിട്ട്. നന്മക്ക് തടസ്സം നിൽക്കുന്ന അതിക്രമിയായ മഹാപാപിയായ ഒരാളെയും നീ അനുസരിച്ച് പോകരുത്. ഏഷണിയും കുത്തുവാക്കും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ അനുസരിക്കാൻ പാടില്ല. അധികമായി സത്യം ചെയ്യുന്ന ഒരാളെയും നീ അനുസരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അതായത് ഉതുൽ എന്ന് വെച്ചാൽ ക്രൂരനായ, ദുഷ്ടനായ. ബഅദ ദാലിക, അതിനുശേഷം. സനീം, കുപ്രസിദ്ധി നേടിയ ആളുകൾ. അല്ലെങ്കിൽ വ്യഭിചാര സന്തതി, ജാരസന്തതി എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള പിന്നെ ക്രൂരനായ, ദുഃഖീർത്തി നേടിയവനായ അങ്ങനെയുള്ള ഒരാളെയും നീ അനുസരിച്ച് പോകരുത്. അൻകാനദാ മാലും വബനി, അയാള് എത്ര തന്നെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളെയും നീ എന്താക്കണ്ട, അനുസരിച്ച് പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം അല്ലെ. അതായത് പിന്നെ ലാ തുത്തി, നീ അനുസരിക്കരുത് അല്ലെ അല്ലാഹു തആല പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ദുർഗണങ്ങളുള്ള ആളുകളെ നീ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. അവര് സ്വത്തും മക്കളും അധികാരവും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടെങ്കിലും എന്താക്കാൻ പാടില്ല, അവരെ അനുസരിച്ച് പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ദുർഗണങ്ങൾ ഉണ്ടാകാന് അതായത് പിന്നെ നമ്മള് അങ്ങനെയുള്ള ആൾക്കാരെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്കും എന്താവും, ഇങ്ങനെയുള്ള സ്വഭാവം നമുക്കും ഉണ്ടാകാൻ കാരണമാകും. അപ്പോ പിന്നെ അങ്ങനെയുള്ള സ്വഭാവം നമ്മളിലേക്ക് വരാൻ കാരണമാകുന്നത് എന്തായിരിക്കും? അവർക്ക് കുറെ മക്കളും സമ്പത്തും ഉണ്ടാകുന്നു എന്നുള്ള കാരണത്താലായിരിക്കും. കുറെ സമ്പത്തും സൗകര്യവും ഉള്ള ആൾക്കാര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒന്നും പ്രശ്നമില്ല അല്ലെ, അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ ആൾക്കാരുണ്ട് അല്ലെ. സത്യത്തില് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ആയത്തുകളെ പിന്നെ ഇതാക്കുന്ന, അതായത് പിന്നെ ദുർവ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പഴഞ്ചനാക്കി തള്ളിക്കളയുന്ന ദുഷ്ടന്മാരായ ആളുകളുടെ സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിലൊക്കെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. 9ഓളം സ്വഭാവങ്ങൾ പറഞ്ഞല്ലേ, ഏതെങ്കിലും ഒന്നുണ്ടായാല് അയാൾ പോയി. ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെ. ഇതെല്ലാം കൂടി ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അയാള് മനുഷ്യന്റെ രൂപമാണെങ്കിൽ അയാൾ പിശാച് എന്ന് പറയേണ്ടി വരും അല്ലെ. പിശാചിന്റെ സ്വഭാവമാണത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നന്നാകാന് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരു സഹവാസ ബന്ധം പുലർത്തുന്ന ആളുകളെ അവർ വഴിപിഴപ്പിക്കും അല്ലെ. നമുക്കറിയാലോ, നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും നമുക്ക് നന്മയെ ഉണ്ടാക്കൂ, ചീത്ത കൂട്ടുകെട്ടുകളോ നമ്മള് തിന്മയിലേക്ക് കൊണ്ടുപോകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ചില ആളുകൾ അല്ലെ, ചില ആളുകള് പിന്നെ വെറുതെ സത്യം പറയുന്ന ആളുകൾ, അതാണ് ഹല്ലാഫി മഹീൻ. വേണ്ടടുത്തും വേണ്ടാത്തടത്തിലെ വെറുതെ സത്യമായിട്ട് ഇങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവാന്ന് പറയുന്ന പച്ച കളവായിരിക്കും പറയുന്നുണ്ടാകാം. അത്രക്കും കളവായിരിക്കും. പക്ഷെ അത് ഭയങ്കരമായിട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല നുണകളും പറയുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്കേ എന്താകും, സത്യം ചെയ്യും. എന്റെ അടുത്തൊരു പെണ്ണുങ്ങൾ വരുത്തുണ്ട്, ഭയങ്കര സത്യം ചെയ്യല. ഞാൻ പറയുങ്ങളെ ഞാൻ വിശ്വസിക്കേ ചെയ്യില്ല. ഖുറാനില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, നിങ്ങൾ എന്തിനിങ്ങനെ സത്യം ചെയ്യുന്നത്, അത് വെറുതെ അതും ഇതും പറഞ്ഞിട്ടാ സത്യം ചെയ്യാ. ഞാൻ പറഞ്ഞ എന്നോട് ഇങ്ങനെ സത്യം ചെയ്ത് പറയണ്ട അല്ലെ, എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് സത്യമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെ എന്തിനാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവര് മിണ്ടൂല. പിന്നെ പക്ഷെ പറയുന്ന ആൾക്ക് തന്നെ അറിയാം ഇത് കളവാന്ന്.
പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കളവ് സത്യമാക്കണമെങ്കിൽ എത്ര കളവ് അറിയേണ്ടി വരും അല്ലെ? ഒരു വിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല കളവ് എന്നുള്ളത്. ഒരു വിശ്വാസി ഒരിക്കലും കളവ് അറിയൂല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ശരിക്കും ശരിക്കും ഒരാൾ അധികമായി സത്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ? അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവര് മറ്റുള്ളവരോട് അങ്ങനെ പറയുന്നത് അല്ലെ? അപ്പം ആ രീതിയിൽ പിന്നെ ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അനുസരിക്കാനും പോണ്ട. അങ്ങനത്തെ ആൾക്കാരും കൂടുകയും ചെയ്യണ്ട, ഒന്നിച്ച് കൂടണ്ട. അങ്ങനെയുള്ള ആളുകള് ഇവിടെ ഒത്തുല്യം ബാധിതാലിക്ക ജനീം പറഞ്ഞില്ല. ഈ ജനീം എന്ന വാക്കിന്റെ ഇതിനെ പറ്റിയിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താന്ന് വെച്ചാല്, നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃത്വ ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്നാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്തതിയായി ജനിച്ചത് അവന്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. അപ്പം ശരിക്കും ഇവിടെ ഈ ഒരു ഇത് പറയുന്നത് വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ് എന്നൊരു പ്രസ്താവന പറയുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാനും അനുസരിക്കാനും പാടില്ല എന്നാണ് ഈ വചനങ്ങളിൽ പറയുന്നത് എന്ന് പറയുന്നത്. വലീദ് ഇബ്നു മുഗീറ പോലുള്ള ആളുകളെ കുറിച്ചാണ് ഈ ഒരു ഇത് പറയുന്നത്. ബാക്കി എടുക്കുമ്പോ പിന്നെ കുറച്ചും കൂടി കൂടുതലായി പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ അവര് പിന്നെ പണവും സമ്പാദ്യം സ്വത്തുകളും എന്തുള്ള ആളുകളാണെങ്കിലും ഈ പറഞ്ഞ ദുർഗുണങ്ങളുള്ള ആളുകളെ നീ അനുസരിക്കേണ്ട അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഇത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നതെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇത്തരം ദുർഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അതിനെ ഒഴിവാക്കണം. നമ്മള് അങ്ങനത്തെ ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനി ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. വലിയൊരു കഥയാണ് കേട്ടോ അടുത്ത ആഴ്ചത്തെ ആയത്തുകൾ എന്ന് പറയുന്നത്. ഒരു തോട്ടക്കാരുടെ കഥയാണ്. ഇൻഷാ അല്ലാഹ് ആ കഥ കേൾക്കാൻ, ആ കഥയിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അത് കേൾക്കാൻ എല്ലാവരും തയ്യാറായി വന്നോളൂ ഇൻഷാ അല്ലാഹ്. വളരെ എന്താ പറയാ, ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തതാണ്, എന്നാലും കേൾക്കാത്തവരുണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാൻ ഓരോ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് പാഠം ഉൾക്കൊള്ളാനുള്ളത് അത് ജീവിതത്തിൽ കൊണ്ടുവരിക, പകർത്തുക, പ്രാവർത്തികമാക്കുക. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കുക, ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതായത് നല്ല സ്വഭാവങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകണം, മോശം സ്വഭാവങ്ങൾ പറയുമ്പോൾ അത് നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതം ചിട്ടയായി ക്രമീകരിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഭംഗിയാക്കാൻ, അതിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാലിഹായ ഒരു അടിമയായി മാറാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. آمين آمين يا رب العالمين. السلام وعليكم السلام ورحمة الله آمين آمين وبركاته. يا رب العالمين. ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. ടീച്ചർ ക്ലാസ് തിങ്കളാഴ്ചകളിൽ ഉണ്ടാവാറില്ല.
അസ്സലാമലൈക്കും റയ്യ ടീച്ചറെ പൊതു ക്ലാസ് ആണ്. ഇന്ന് 9 മണിക്ക് ഉണ്ടാവട്ടെ. എല്ലാരും കയറണേ. 9:30 പൊതു ക്ലാസ്. 9 മണിക്ക്. മണിയല്ലേ 9 മണിക്ക് മുമ്പ് ലിങ്ക് ഇടും. 9 മണിക്ക് അസീന ടീച്ചർ അത് പി എം അന്ന് 9 മണിക്ക്. അന്ന് 10 മണിയല്ലേ? എല്ലാത്തിലും വരും, എല്ലാത്തിലും ഉണ്ടാവും. നിങ്ങൾ ലിങ്കിൽ കയറിയാ മതി. മിസ്കാത്തിൽ ആസീന ടീച്ചർ ഇട്ടോളും. മിസ്കാത്തിൽ അത്തം ഖുർആനിലും ഇടും, യാസിൻ ഗ്രൂപ്പിലൊക്കെ ഇടും. എല്ലാത്തിലും ഉണ്ടാവും. നിങ്ങൾ ലിങ്കിൽ കയറിയാ മതി. 9 മണിക്ക് കറക്റ്റ് കയറി. സൂമാണ്, സൂം ലിങ്ക് ആണ്. ശരി, ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് വിരുന്നുകാരുണ്ട് ടീച്ചറോ വീട്ടിലെ. വീട്ടിൽ ആലംറാനിൽ ഏത് ആയത്താണ് കാണാൻ പഠിക്കാൻ പറഞ്ഞത്? എത്രാമത്തെ ആയത്താ? 133, 134, 135, 136.